ഞങ്ങളതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ബയ്യർ ബാക്കൗട്ടായി. പല രീതിയിൽ ഫിഷ് കറി ഉണ്ടാക്കി നല്ല ഭംഗിയായിട്ട് പാക്ക് ചെയ്തു, പല കടകളിൽ കൊണ്ടുപോയി കൊടുത്തു. ഇത് കൊണ്ടുപോയി കൊടുക്കുന്നതൊക്കെ ഡയറക്റ്റ് ഞാൻ തന്നെ പോവും. എങ്ങനെ? ബസ്സിന് പോവും, പല ബാങ്കുകൾ പോയി, എല്ലായിടത്തും കൊളാട്ടറിൽ വേണം. നമ്മുടെ അതില്ല. അതിൻ്റെ ഒരു വയബിലിറ്റി സ്റ്റഡിയിൽ അവർ പറഞ്ഞു ഇത് ഫെയിലായി. MBA പഠിച്ച് കഴിഞ്ഞ് ഇറങ്ങിയ ആള് ജോമോൻ ബ്രോക്കർ എന്നാണ് എല്ലാവരുടെയും ട്രൂ കോളറിൽ വരുന്നത്. രണ്ടുപേരുടെയും പേരിൽ ഹാഫ് എടുത്തിട്ട് ഞങ്ങൾ തോമർ ഇൻറ്റീരിയേഴ്സ് എന്ന പേരിവിടെ ഉണ്ടായി. അത് പിന്നീട് ഭംഗിയായി പോയോ? സംരംഭം തുടങ്ങാനിരിക്കുന്നവർ പലരും ചിന്തിക്കുന്നത് എങ്ങനെ ഈ സംരംഭത്തിലേക്ക് എത്തും, എന്ത് പ്രോഡക്റ്റ്, എന്ത് സർവീസ്. രണ്ട് രീതിയിലാണ് നമ്മളൊരു ഉൽപ്പന്നമോ സർവീസോ കണ്ടെത്തി നമ്മളൊരു സംരംഭം തുടങ്ങുന്നതും ചിലർ ആക്സിഡൻ്റലായിട്ട് അതിലേക്ക് എത്തിച്ചേരുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. സംരംഭം തുടങ്ങാനും ഇത് വളർത്താനും ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ എപ്പിസോഡ് കാണാൻ മറക്കണ്ട. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ളൊരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. ഒരു ചെറുപ്പക്കാരൻ വളരെ സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്നു. വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം പല എക്സ്പെരിമെൻ്റ് നടത്തുന്നു സംരംഭങ്ങളിൽ. ചിലത് പതറുന്നു, ചിലത് പാളുന്നു, ചിലതിലൊക്കെ അമ്പയെ പരാജയപ്പെടുന്നു. പക്ഷേ ഒരു കർമ്മമേഖല ആക്സിഡൻ്റലി കണ്ടെത്തുന്നു. അതിൽ നിന്ന് വിജയക്കോടി നാട്ടിക്കഴിഞ്ഞു. എന്നോടൊപ്പം ഈ കഥ പറയാനിരിക്കുന്ന എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീ ജോമോനാണ്. ജോമോൻ, സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു സാർ. ജോമോൻ്റെ നാട് എവിടെയാണ്? നാട് പാലക്കാടാണ്. എവിടെയാണ് പാലക്കാട്? പാലക്കാട് താമസിക്കുന്ന മണ്ണാർക്കാടാണ്. സ്വദേശം ശരിക്കും മണ്ണാർക്കാട്. ജനിച്ചു വളർന്നൊക്കെ അട്ടപ്പാടിയാണ്. അട്ടപ്പാടി താങ്കൾ ജനിച്ചു വളർന്നത്. വെരി ഗുഡ്. പഠനമൊക്കെ അപ്പോൾ എവിടെയായിരുന്നു? പഠനമൊക്കെ അട്ടപ്പാടി തന്നെയായിരുന്നു. +2 വരെ. ഡിഗ്രി പാലക്കാടായിരുന്നു. MBA ചെയ്തത് മരിയൻ കോളേജ് കുട്ടിക്കാനം. ഡിഗ്രി കഴിഞ്ഞ് നേരിട്ട് MBA ആയിരുന്നോ? ഇല്ല, ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ICICI ബാങ്കിൽ വർക്ക് ചെയ്തു. സെയിൽസ് ആയിരുന്നു. കറണ്ട് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട്, കാസ സെയിൽസ് ഫീൽഡായിരുന്നു. സെയിൽസ് ആണ് ആദ്യം പഠിച്ചത്? അതെ. അതിനുശേഷമാണ് MBAക്ക് പോയത്? അതെ. 1 ഇയർ ഞാൻ സെയിൽസ് ചെയ്തു. 100% ഫീൽഡ് സെയിൽസ് ആയിരുന്നു. എവിടെയാണ് ഈ സംരംഭമൊക്കെ തലയ്ക്ക് പിടിക്കുന്നത്? സംരംഭം ഞാൻ ഒരുപക്ഷെ ഞാൻ ഈ ICICI ബാങ്കിൽ ജോലിക്ക് പോകുമ്പോൾ പലപ്പോഴും പാലക്കാട് നിന്ന് പോകുമ്പോൾ കാലിക്കട്ട് ബസ് സ്റ്റാൻഡിലായിരിക്കും ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ബസ്സിന് പോകുമ്പോൾ ഞാൻ കാലിക്കട്ട് ബസ് സ്റ്റാൻഡിലിരിക്കുമ്പോൾ ബിസിനസ് മാഗസീനുകൾ ഞാൻ വായിക്കാറുണ്ട്. ഈ മാഗസീൻ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുന്ന ഒരു പ്രകൃതി എനിക്കുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ പല ബിസിനസ് സംരംഭകരെ അതിനകത്തുനിന്ന് പരിചയപ്പെടാനും അവരുടെ സ്റ്റോറി കേൾക്കാനും എക്സ്പീരിയൻസ് കേൾക്കാനും അതെനിക്ക് ഡിഗ്രിക്കോ അല്ലെങ്കിൽ ഞങ്ങളുടെ കോളേജുകളിൽ പഠിക്കുന്നതിനപ്പുറത്ത് പല കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഞാൻ 1 ഇയർ ബാങ്കിൽ വർക്ക് ചെയ്തു. കറണ്ട് അക്കൗണ്ട് ആയിരുന്നു കൂടുതൽ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ് ആളുകളായിട്ട് എനിക്കൊരു നെറ്റ്വർക്കിങ് അതിൽ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം 1 ഇയർ കഴിഞ്ഞിട്ട് ഞാൻ MBAക്ക് ജോയിൻ ചെയ്തു. എൻ്റെ ബ്രദർ പറഞ്ഞിട്ടാണ് അങ്ങനെ MBAക്ക് പോകണമെന്നുള്ളൊരു മോഹം വന്നത്. അപ്പോൾ MBA ചെയ്യുന്ന സമയത്ത് തന്നെ പല ബിസിനസ്സുകൾ എനിക്ക് ട്രൈ ചെയ്യാനായിട്ട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ കുട്ടിക്കാനം മരിയൻ കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ നമുക്ക് അറിയാലോ ടീ എസ്റ്റേറ്റ്, ടീ പ്ലാന്റുകളൊക്കെ കൂടെ സുലഭമായിട്ട് തേയിലകളുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ തേയിലപ്പൊടി ഞങ്ങൾ പാക്ക് ചെയ്തിട്ട് വലിയ ചാക്കിലാക്കിയിട്ട് ഞങ്ങൾ ബസ്സിൽ കൊണ്ടുവന്നിട്ട് കൊച്ചിയിൽ കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് സെയിൽസ് നടന്നു. പക്ഷേ തിരിച്ച് ഞങ്ങൾക്ക് പേയ്മെൻറ്റുകൾ കറക്റ്റായിട്ട് കിട്ടാണ്ട് വന്നു. അപ്പോൾ ഞങ്ങൾ പതുക്കെ അത് ഡ്രോപ്പ് ചെയ്തു. അതിന് ശേഷം ഞാൻ ഒരു J&J എക്സ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട്, എൻ്റെ ബ്രദർ അന്ന് യൂറോപ്പിലുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾക്കൊരു സാധ്യത കിട്ടി, ഓർഗാനിക് വെജിറ്റബിൾസ് എക്സ്പോർട്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് ഡിമാൻഡ് ഒക്രയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെണ്ടയ്ക്ക, അതിൻ്റെ വേറൊരു ഫോർമാറ്റാണ് ഒക്ര. അപ്പോൾ അത് ഞങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഇത് വന്നു. ഞങ്ങളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ സുഹൃത്തും ചേർന്ന്? ഇല്ല, ഞാൻ തനിയാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇതിൻ്റെ ഡിമാൻഡ് യൂറോപ്പിലായിരുന്നു. അതിൻ്റെ ബ്രദർ അവിടെയുണ്ട്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ആൾക്ക് അത് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആർക്കും ആവശ്യമുണ്ടായിരുന്നു ഈ ഉൽപ്പന്നം? അവിടെ ആവശ്യമുണ്ടായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു? അപ്പോൾ ഞങ്ങൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ എക്സ്പോർട്ട് ഇമ്പോർട്ട് കോഡ് എടുത്തു, ലൈസൻസ് എടുത്തു.
അതിൻ്റെ സപ്ലയേഴ്സിനെ കണ്ടുപിടിച്ചു, അതിൻ്റെ പാക്കിങ്, അതിൻ്റെ പെസ്റ്റിസൈഡ് കെമിക്കൽ ടെസ്റ്റിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഞങ്ങൾ പോയി. പക്ഷേ ഞങ്ങൾ അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ ബയ്യർ ബാക്കൗട്ടായി. അവരുടെ ആവശ്യം അവരുടെ ആ റിക്വയർമെൻറ്റ് അവിടെ ക്ലോസ് ആയി. അപ്പോൾ ഞാൻ വീണ്ടും ആ ഒരു സംരംഭം അതും നിർത്തേണ്ടി വന്നു. അപ്പോൾ സംരംഭം നമ്പർ 2 ആയി. അപ്പോൾ അതിന് ശേഷം എങ്ങനെയൊരു ബിസിനസ് തുടങ്ങാം. അപ്പോൾ ഞാൻ പല ബിസിനസ് മാഗസീനിലും വായിച്ച് പല ആളുകളായിട്ട് പരിചയം വന്നു. സിഡ്കോയുടെ റിട്ടയർമെൻറ്റ് ചെയർമാൻ, ആളെ പോയി ഡയറക്റ്റ് കണ്ടു. അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരുപാട് ലേഖനങ്ങൾ വായിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആളെ പോയി നേരിട്ട് കണ്ടു, ഇങ്ങനൊരു ബിസിനസ് തുടങ്ങണം, എന്താ ചെയ്യാൻ പറ്റുക. അപ്പോൾ ആൾ പറഞ്ഞു, കൊച്ചിയിൽ സ്വിഫ്റ്റ് ഉണ്ട്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി. അവിടെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടെക്നോളജി കിട്ടും, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ സ്വിഫ്റ്റിൽ പോയി അവിടുത്തെ ഡയറക്ടറെ കണ്ടു. അവിടുത്തെ റിസർച്ച് ചെയ്തിട്ട് ഒരു പുതിയ ടെക്നോളജി അവർ ചെയ്തു വെച്ചിട്ടുണ്ട്, റിട്ടോർട്ട് പൗച്ച് പാക്കിങ്. അതായത് നമ്മുടെ ഫുഡ് ഐറ്റംസ് എല്ലാം, അല്ലെങ്കിൽ കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡ്, അത് പ്രിസർവേറ്റീവ്സ് ഇല്ലാണ്ട് ലോങ് ലൈഫ്, ഷെൽഫ് ലൈഫ് കിട്ടുന്ന പ്രൊഡക്റ്റുകൾ എങ്ങനെ ചെയ്യാം. 2 ഇയർ 1 ഇയർ 2 ഇയർ ഷെൽഫ് ലൈഫ് കിട്ടും. അപ്പോൾ ഞാൻ ചിന്തിച്ചു, നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ഫിഷ് കറി, കൊച്ചിയാണ് വന്ന് പെട്ടിരിക്കുന്നത്, ഇഷ്ടംപോലെ ഫിഷ് അവൈലബിൾ ആണ്. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് പോയി ഫിഷ് വാങ്ങിച്ചു, ഒരു ഷെഫിനെ വെച്ചു, ഫിഷ് കറി ഉണ്ടാക്കി. ടൂണ, പ്രോൺസ്, പല രീതിയിൽ ഫിഷ് കറി ഉണ്ടാക്കി നല്ല ഭംഗിയായിട്ട് പാക്ക് ചെയ്തു, പല കടകളിൽ കൊണ്ടുപോയി കൊടുത്തു. എന്ത് പേരിലാണത്? യമ്മി മോം. അത് വേറെ പാർട്ട്നേഴ്സ് ആരെങ്കിലും ഒറ്റയ്ക്കാണ്? അന്ന് വേറെ പാർട്ട്നേഴ്സ് ഇല്ല, ഒറ്റയ്ക്കാണ് ചെയ്തത്. അപ്പോൾ ഇത് പാക്കിംഗ് ചെയ്തു, അവിടെ നിന്ന് ഉൽപ്പന്നം എന്താണ്? ഉൽപ്പന്നം ഫിഷ് കറിയാണ്, റെഡി ടു ഈറ്റ്. അപ്പോൾ അന്ന് റെഡി ടു കുക്ക് മാർക്കറ്റിലുണ്ട്. ഏത് വർഷമാണത്? 2014-2015 സമയത്ത്. ആ കാലഘട്ടത്തിൽ റെഡി ടു കുക്ക് ഉണ്ടാവും. അന്ന് റെഡി ടു കുക്ക് മാർക്കറ്റിൽ സുലഭമാണ്. റെഡി ടു ഈറ്റിലോട്ട് ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്ത് അത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല അന്നത്തെ കാലത്ത്. അപ്പോൾ അത് വളരെ അട്രാക്റ്റീവായിരുന്നു, ആളുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞങ്ങളൊരു എന്ന് പറയുന്ന യങ് ഓൺട്രപ്രണേഴ്സ് സമ്മിറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ ഞാനത് ഒരു സ്റ്റോളിട്ടു. മീഡിയക്കാർ നല്ല കവറേജ് കിട്ടി, ന്യൂസിൽ വന്നു, ന്യൂസ് പേപ്പറിൽ വന്നു. അപ്പോൾ അതൊക്കെ ഒരു കവറേജ് കിട്ടി. പക്ഷേ എനിക്ക് സെയിൽസ് കച്ചവടമായില്ല. എനിക്കിപ്പോൾ സ്റ്റാഫ് എന്ന് പറഞ്ഞ ഷെഫാണുള്ളത്. അപ്പോൾ ആൾ ചെയ്യുന്നു, അവിടെ നമ്മളെ മെഷീനിൽ ഇത് റിട്ടോർട്ട് പൗച്ച് പാക്കിങ് ചെയ്യുന്നു. അങ്ങനെയുള്ള നമ്മുടെ ആ ഒരു പ്ലാന്റിൽ വേണ്ട മിനിമം ലേബേഴ്സിനെ വെച്ചിട്ട് ബാക്കി അതിൻ്റെ പാക്കിങ് ആയിക്കോട്ടെ. അത് CFTയിലാണ് നമ്മളത് ചെയ്യുന്നത്. CFTയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ടെമ്പററി യൂണിറ്റാണ്. അപ്പോൾ നമുക്ക് ഇത് കച്ചവടം ചെയ്ത് ഇതിൻ്റെ ഒരു വലിയ വോളിയം കച്ചവടം എത്തും, അതിൻ്റെ ഒരു വയബിലിറ്റി കണ്ടിട്ട് വേണം നമുക്കൊരു പ്ലാന്റിലോട്ട് പോകാനായിട്ട്. അപ്പോൾ അവിടെയാണ് അടുത്ത ചോദ്യം, ഇത് കൊണ്ടുപോയി കൊടുക്കുന്നതൊക്കെ ഡയറക്റ്റ് ഞാൻ തന്നെ പോവും. എങ്ങനെ? ബസ്സിന് പോവും, പാക്ക് ചെയ്ത് ബസ്സിന് പോവും. അതിന് ശേഷം ഇത് കടകളിൽ വെക്കും. 2-3 ദിവസം കഴിയുമ്പോൾ ഇടയ്ക്ക് അതിലൂടെ ഒന്ന് പോകും. നോക്കുമ്പോൾ സൈഡിൽ നോക്കുമ്പോൾ അത് അവിടെ ഇരിപ്പുണ്ടാവും. ഇത് പല കടകളിൽ വെച്ചു. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു, ഈ സംഗതികൾ വർക്കൗട്ട് ആവുന്നില്ല, കച്ചവടം നടക്കുന്നില്ല. അപ്പോൾ ഈ പ്രോഡക്റ്റ് ചീത്തയാവില്ലേ? ഈ പ്രൊഡക്റ്റ് ചീത്തയാവാണ്ടിരിക്കാനുള്ള ഒരു ടെക്നോളജിയാണ് റിട്ടോർട്ട് പൗച്ച് പാക്കിങ്. അതിനകത്തെ എയർ മൊത്തം വാക്വം ചെയ്ത് നമ്മൾ സീൽ ചെയ്യുന്നത്. അപ്പോൾ അത് എത്ര വർഷം വരെ ഇരിക്കും? അത് ആ ടെക്നോളജി വെച്ചിട്ട് ഒരു 2 ഇയർ വരെ അതിൻ്റെ ഒരു മീൻ കറി ഷെൽഫ് ലൈഫ് 2 ഇയർ വരെയൊക്കെ, അപ് ടു 2 ഇയർ വരെ ഉണ്ട്. CFT സർട്ടിഫൈഡ് ആണ്. പക്ഷെ നമ്മളെപ്പോഴും ആ മാനുഫാക്ചറിങ് ഡീറ്റെയിലിൽ നമ്മളൊരു 6 മന്ത് 1 ഇയർ ആണ് നമ്മൾ കൊടുക്കുകയുള്ളൂ. കാരണം ഇത് ഒരു ഫുഡ് ഐറ്റമാണ്, ആളുകൾക്ക് പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ 2 ഇയർ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷേ കച്ചവടം നടക്കുന്നില്ല. കച്ചവടം വളരെ കുറവായിരുന്നു. പിന്നെ എന്ത് ചെയ്തു? അപ്പോൾ ഞാൻ വിട്ടു, ഇതിന് പണം എങ്ങനെ കണ്ടെത്തി? ഇതെല്ലാം പൗച്ച് മറ്റേ. അപ്പോൾ ഇതിനുള്ള പണം ഇപ്പോൾ നമ്മൾ ചെയ്തതിനുള്ള അറൗണ്ട് നമ്മളൊരു 4-5 lakhs നമ്മൾ സ്പെൻഡ് ചെയ്തു അതിന് വേണ്ടിയിട്ട്. അത് നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് വാങ്ങിച്ചു, കടമായിട്ട് വാങ്ങിച്ചു, നമ്മൾ ചെയ്തു. എങ്കിലും നമുക്കൊരു പ്രതീക്ഷയാണ്, ഇതിപ്പോൾ ഈ മാർക്കറ്റിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ച് കൂടുതൽ വോളിയം നമുക്ക് പുറത്തേക്ക് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാം. ഇങ്ങനെയുള്ള പ്രതീക്ഷകളാണ് നമ്മളിത് മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ജോമൻ ആ സമയത്ത് പഠിക്കുകയാണോ പഠനം കഴിഞ്ഞോ? ഞാൻ ആ സമയത്ത് എൻ്റെ MBAയുടെ ഫൈനൽ സ്റ്റേജാണ്, ലാസ്റ്റ് ഒരു സ്റ്റുഡൻറ്റ് കൂടിയാണ്, ലാസ്റ്റ് സെമസ്റ്റർ. അപ്പോൾ അതിൽ നിന്ന് കഴിഞ്ഞ് ഇറങ്ങി വന്ന് ഫുൾ ടൈം ഞാൻ ഇതിലോട്ട് ഒരു ഇൻവോൾവ്മെൻറ്റ് വന്നു. പിന്നെയും ഒരു പ്രതീക്ഷയാണ്, ഇത് കൂടുതൽ വോളിയം ചെയ്യണം, പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഫണ്ട് കണ്ടെത്തണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കുള്ള അതും പാരലലി ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു സൈഡിൽ ഇങ്ങനെയുള്ള ഒരു എക്സ്പെരിമെൻറ്റ് നടത്തുമ്പോൾ പാരലലി എങ്ങനെ ഫണ്ട്
കൊണ്ടുവരാൻ. എവിടെയാണ് ഫണ്ടിനായി പോയത്? ഫണ്ടിന് വേണ്ടിയിട്ട് ഞാൻ KSFE പോയി, പല ബാങ്കുകൾ പോയി, എല്ലായിടത്തും കൊളാട്രൽ വേണം. നമ്മുടെ കയ്യിൽ അതുമില്ല. നമ്മുടെ കയ്യിൽ അതുമില്ല. അപ്പോഴാണ് KSIDC വിത്തൗട്ട് കൊളാട്രൽ സ്റ്റാർട്ടപ്പുകൾക്ക് ഫണ്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നേരിട്ട് ചെന്നു സംസാരിച്ചു. നമ്മുടെ പ്രൊജക്റ്റ് കൊള്ളാം, കുറച്ച് ഇന്നൊവേറ്റീവാണ്, അധികം മാർക്കറ്റിൽ ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് ഫേസിൽ നമ്മൾ ഓക്കെ ആയി, നല്ല പ്രൊജക്റ്റാണ്. അപ്പോൾ സെക്കൻഡ് ഫേസ് ട്രിവാൻഡ്രത്ത് KSIDCയിൽ തന്നെ ഹെഡ് ഓഫീസിലാണ് നമ്മൾ പോയി പ്രസൻറ്റ് ചെയ്യണം. നമ്മൾ പോയി പ്രസൻറ്റ് ചെയ്യണം, ഒരു ഇൻ്റർവ്യൂ പോലെയാണ്. അപ്പോൾ പാനൽ ഡിസ്കഷൻസ് ആണ്, എന്താണ് ഇതിൻ്റെ വയബിലിറ്റി, ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യും, ഈ ഒരു പ്രൊഡക്റ്റ് മാത്രം വെച്ചിട്ട് എങ്ങനെ ഇത് ചെയ്യും. അതിൻ്റെ ഒരു വയബിലിറ്റി സ്റ്റഡിയിൽ അവർ പറഞ്ഞു ഇത് ഫെയിലാവും. അപ്പോൾ എനിക്ക് ആ ഫണ്ട് ഒരു 2 CR ഒരു പ്രോജക്റ്റ്, ഒരു പ്രൊപ്പോസലാണ് ഞാൻ ഡിക്ലൈൻ ചെയ്തു. ഓക്കെ, ഞാൻ അതിൽ നിന്ന് മാറി, ആ ബിസിനസ്സിൽ നിന്ന് മാറി. അപ്പോൾ നിർത്തേണ്ടി വന്നു. അപ്പോൾ ഈ പൈസ 4-5 ലക്ഷം രൂപ കടമുണ്ട്, അത് മുഴുവൻ പോയി. നമ്മുടെ കുറച്ച് ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകൾക്കൊക്കെ കുറച്ച് ഫണ്ട് കൊടുക്കാനുണ്ട്. അതൊക്കെ ഞാൻ മാനേജ് ചെയ്തു. അവരുമായിട്ടുള്ളൊരു നല്ല റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ വലിയ പ്രശ്നങ്ങളില്ലാണ്ട് അത് മാനേജ് ചെയ്തു. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ വീട്ടിൽ നിന്ന് പറയുന്നില്ല മോനെ വല്ല പണി? വീട്ടിൽ നിന്ന് പറയുന്നുണ്ട്, തീർച്ചയായിട്ടും വീട്ടിൽ നിന്ന് പറയുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് MBA കഴിയുമ്പോൾ അറിയാലോ, കുറേ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടും, എല്ലാവരും നല്ല ജോലി, കാനഡ, UAE, നാട്ടിലാണെങ്കിലും നല്ല ജോലി, മാനേജർ പോസ്റ്റ്. അപ്പോൾ ആ സമയത്ത് എന്നെ എല്ലാവരും, എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും പറയും അതിൽ നിന്ന് മാറിയിട്ട് ജോബിന് പോകും, ഒത്തിരി ഓപ്പർച്യൂണിറ്റികളുണ്ടല്ലോ, അതിന് നോക്കിക്കൂടെ. വീട്ടിൽ നിന്നാണെങ്കിലും അങ്ങനെ ഒരു ചെറിയ രീതിയിലുള്ള ഇതുകൂടെ ഫെയിലിയർ ആയപ്പോൾ അങ്ങോട്ട് തിരിച്ചു പോകാൻ തോന്നിയോ അതോ വീണ്ടും ഇത് തന്നെ തുടരും? ഇല്ല, അതെന്തോ വീണ്ടും ഇതിൽ തന്നെ നമുക്ക് അങ്ങനെ തന്നെ പോകണം, ബിസിനസ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അടുത്തത് ഞാൻ റിയൽ എസ്റ്റേറ്റ്, എന്താണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആലോചിച്ചു. അപ്പോൾ എനിക്ക് എൻ്റെ ചെറിയ പരിചയമുണ്ട്, എങ്ങനെ ഒരു വീട് കച്ചവടമാക്കാം, എങ്ങനെ ഒരു സ്ഥല കച്ചവടം നടത്താം, അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ എങ്ങനെ ചെയ്യാം, അതിനെക്കുറിച്ച് ചെറിയൊരു ധാരണയുണ്ട്. എൻ്റെ പ്രീവിയസ് ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അങ്ങനെ ഒരു ധാരണയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കൊച്ചിയിൽ വന്നു. കൊച്ചിയിലെ മാർക്കറ്റ് എങ്ങനെയാണെന്ന് പഠിക്കണം, അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നോക്കി. പല ബിൽഡേഴ്സായിട്ട് ചാനൽ പാർട്ണറായി. അങ്ങനെ ഞാനൊരു ഏജൻ്റായിട്ട് നമുക്ക് കമ്മീഷൻ കിട്ടും. അന്ന് ഞാൻ എൻ്റെ നമ്പർ ഡയൽ ചെയ്താൽ അടുത്തുള്ള ആളുടെ ഫോണിൽ പോകുന്ന ജോമോൻ ബ്രോക്കർ എന്നാണ്. അപ്പോൾ ആ ലെവലിലാണ് MBA പഠിച്ച് കഴിഞ്ഞ് ഇറങ്ങിയ ആൾ ജോമോൻ ബ്രോക്കർ എന്നാണ് എല്ലാവരുടെയും ട്രൂ കോളറിൽ വരുന്നത് ഇപ്പോൾ. അതായത് ഒരു 2018 സമയത്ത്, 17-18 സമയത്ത്. പക്ഷേ എനിക്ക് കുറേ കച്ചവടം ചെയ്യാൻ പറ്റി, അത്യാവശ്യം റീസെയിലുകൾ ചെയ്യാൻ പറ്റി, സ്ഥല കച്ചവടം നടത്താൻ പറ്റി. പക്ഷേ പൈസ കിട്ടുന്നുണ്ടോ? പൈസ കിട്ടുമെന്ന് വെച്ചാൽ റെഗുലറായിട്ട് നമുക്കത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാതെ, ഒരു മാസം നടക്കും, അടുത്ത മാസം ചിലപ്പോൾ നടക്കില്ല. അതൊരു ചലഞ്ചിങ് ആയിരുന്നു. പക്ഷേ ആ ഇൻഡസ്ട്രി പഠിച്ചു, ബന്ധങ്ങളും ഉണ്ടായി. പിന്നീട് എന്ത് സംഭവിച്ചു? അപ്പോൾ ഇതിൽ നമ്മൾ കച്ചവടം നടത്തുന്ന ഫ്ലാറ്റുകളോ വീടുകളോ ആയാൽ എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതൊരാൾക്ക് ഒരു ഇൻറ്റീരിയറുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാന്നുള്ള, എനിക്ക് അവിടെ നിന്നും കുറച്ച് പൈസ കിട്ടും. അപ്പോൾ ഒരു ബിസിനസ്സിൽ നിന്ന് അടുത്തൊരു ഫണ്ട് കൂടി ജനറേറ്റ് ചെയ്യാനുള്ളൊരു സ്കോപ്പ് അതിനകത്ത് ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. ഞാൻ വൈറ്റിലുള്ളൊരു ഫ്ലാറ്റ് ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഡീലിംഗ് എല്ലാം നടത്തി. അതിൻ്റെ ഫണ്ടിന് വേണ്ടിയിട്ട് ആ കമ്മീഷൻ, നമ്മുടെ ഒരു 1% കമ്മീഷൻ ബയ്യർ തരണം, 2% കമ്മീഷൻ സെല്ലർ തരണം. അപ്പോൾ ഇതെല്ലാം ഡീലാക്കി നല്ലൊരു നെഗോസിയേഷനൊക്കെ നടന്ന് നല്ലൊരു ബഡ്ജറ്റിലൊരു അപ്പാർട്ട്മെൻ്റ് എടുത്ത് വൈറ്റിലയിൽ കൊടുത്തു. അപ്പോൾ കസ്റ്റമർക്ക് ഫണ്ട് തരാൻ മടിയാണ്. നിങ്ങൾ കഴിഞ്ഞപ്പോൾ അപ്പോൾ നിങ്ങൾ സെല്ലറായിട്ട് സംസാരിച്ചു. അവരുടെ ഭാഗത്ത് നിന്ന് തരാനുള്ളത് ഒരു പരിധിവരെ അവർ തന്നു, ബയ്യർ തന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇൻറ്റീരിയർ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ, അതിൽ നിന്നൊരു ലാഭം ഉണ്ടായാലോ. ഇപ്പോൾ എനിക്ക് ഇവർ തരാനുള്ള 1% എന്നുള്ളത് എനിക്ക് ഒരു 2% എനിക്ക് ചെയ്യാൻ പറ്റിയാലോ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഇൻറ്റീരിയറിൻ്റെ കാര്യം ഞാൻ ചെയ്തു തരാം. അവരും അക്സെപ്റ്റ് ചെയ്തു, കാരണം എനിക്ക് കമ്മീഷൻ കൊടുക്കേണ്ടി വന്നിട്ടില്ല, അവർക്ക് കമ്മീഷൻ തരേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്തു, എനിക്ക് ഇൻറ്റീരിയറിന് വേണ്ടിയിട്ട് ഫ്ലാറ്റ് ഹാൻഡ് ഓവർ ചെയ്തു. അപ്പോൾ ഇൻറ്റീരിയേഴ്സിനെ കുറിച്ച് ജോമോൻ എന്തെങ്കിലും അറിയോ? ഇൻറ്റീരിയേഴ്സിനെ കുറിച്ച് നമ്മളിത് കണ്ടിട്ടില്ല, ഇത് എങ്ങനെ ചെയ്യണം, എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്യണം, ഇതിൽ ആരുടെയൊക്കെ ഇൻവോൾവ്മെൻറ്റ് വേണം, ഇതിനെക്കുറിച്ചൊന്നും എനിക്കൊന്നും അറിയത്തില്ല. പക്ഷേ ധൈര്യമാണ്, അത് ചെയ്യാൻ പറ്റും, എല്ലാവരും ചെയ്യുന്നില്ല, നമുക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനത് കമ്മിറ്റ് ചെയ്തു. അതിന് ശേഷം ഇതിൻ്റെ മെയിൻ ആളുകൾ കാർപ്പൻറ്റേഴ്സാണ്. അപ്പോൾ നമ്മുടെ പരിചയത്തിലുള്ള പല ബിൽഡേഴ്സിലും കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റുകളിലൊക്കെ കാർപ്പൻറ്റേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനിടയ്ക്ക് പോയി പരിചയപ്പെട്ടു. അപ്പോൾ അവരോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, നിങ്ങളൊന്ന് ചെയ്തു തരുമോ എന്ന് ചോദിച്ചു.
അവർ തിരക്കുള്ള ആളുകളായതുകൊണ്ട് അവർ വേറെ കാർപ്പൻറ്റേഴ്സിനെ ഏൽപ്പിച്ചു. ആദ്യമായിട്ട് അവരെ വന്ന് പരിചയപ്പെടുന്നു, സ്ഥലം കൊണ്ടുപോയി കാണിക്കുന്നു. അതിനുശേഷം ഞാനൊരു ഡിസൈനർ ഹയർ ചെയ്യാനായിട്ടുള്ള സാധ്യതകളില്ല, ഫ്രീലാൻസ് ആയിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരാളെ കണ്ടുപിടിച്ചു. ആളെ കൊണ്ട് 2D 3D ഡ്രോയിങ്ങിൽ ചെയ്യിച്ചു. അത് കസ്റ്റമർക്ക് അയച്ചു കൊടുത്ത് അപ്രൂവൽ എടുത്തു. അതിനുശേഷം കാർപ്പൻറ്ററെ വീണ്ടും ചെന്ന് കണ്ടു. ഇനി എന്തൊക്കെയാണ് ഈ ഡിസൈൻ വെച്ചിട്ട് ഈ ഫ്ലാറ്റിലേക്ക് എനിക്ക് എന്തൊക്കെ മെറ്റീരിയൽ നിങ്ങൾക്ക് തന്നാലാണ് ഇത് ചെയ്യാൻ പറ്റുക. അവരെനിക്കൊരു ലിസ്റ്റ് ഉണ്ടാക്കി തന്നു. ആ ലിസ്റ്റ് സത്യമാണോ തെറ്റാണോ എന്ന് അറിയത്തില്ല, എവിടെ നിന്ന് കിട്ടുമെന്നും അറിയത്തില്ല. പക്ഷേ അതൊക്കെ ഞാൻ സോഴ്സ് ചെയ്തു, സാധനങ്ങളൊക്കെ എത്തിച്ചു. പക്ഷേ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. നമുക്കൊരു ടൈം ബൗണ്ടിൽ അത് തീർത്തു കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം കാർപ്പൻറ്ററാണ് തീരുമാനിക്കുന്നത് ഇത് എപ്പോൾ തീർക്കണം, എങ്ങനെ തീർക്കണം എന്നുള്ളത്. എനിക്ക് അതിനെക്കുറിച്ച് ഐഡിയ ഇല്ല. പക്ഷേ കസ്റ്റമർ സ്ഥലത്തില്ല, ആൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് നീണ്ടു പോയി അവസാനം അവരുടെ ഹാൻഡ് ഓവർ ചെയ്യേണ്ട ടൈം കഴിഞ്ഞു, ഹൗസ് വാമിങ് വെക്കേണ്ട സമയം കഴിഞ്ഞു. കസ്റ്റമർ വന്നപ്പോൾ അതൊരു 3/4 ഭാഗമായിട്ട് നിൽക്കുക. കസ്റ്റമർ എന്നെ ഗെറ്റ് ഔട്ട് അടിച്ചു, ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ആ കാശും പോയി. അതിൽ കസ്റ്റമർ തന്നത് അതിൻ്റെ ഒരു 70% ഫണ്ട് തന്നു, ബാക്കി 30% ക്യാഷ് അതിലും പോയി. അപ്പോൾ കമ്മീഷനും കിട്ടിയില്ല, 30% പോയി. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും വേറെയിലേക്ക് തിരിയാൻ എന്തോ ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല. പക്ഷേ എനിക്ക് റിയൽ എസ്റ്റേറ്റിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പല കണക്ഷൻസ് കിട്ടി. ചില ആളുകളായിട്ട് നല്ല ബോണ്ടിങ് ഉണ്ടായി. അത് ഒരു കസ്റ്റമറിലുപരി ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ ഒരു ബ്രദറോ ആ രീതിയിലൊക്കെ എനിക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് ചില ആളുകളൊക്കെ ആയിട്ട് ബിൽഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്താണെങ്കിൽ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഞാൻ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിലും കൂടി വന്നിട്ടുണ്ട്, റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റിലുപരി ഇതിലേക്കും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കസ്റ്റമർ, ഞാനിപ്പോഴും അദ്ദേഹത്തെ സാറിനെ വിളിക്കുന്നത്, സോബിൻ സാർ. അപ്പോൾ ആളെൻ്റെ ഒരു ഫ്രണ്ടും കൂടിയായി. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ എന്നെ എനിക്ക് പറഞ്ഞു തരും. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ഫ്ലാറ്റുകൾ കൊണ്ടുപോയി നടന്ന് കാണിച്ചിട്ടുണ്ട്. എൻ്റെ സർവീസിൽ അദ്ദേഹം ഓക്കെയാണ്, പക്ഷെ ഞാൻ കാണിച്ച ഫ്ലാറ്റുകളൊന്നും എടുക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. പിന്നീട് കടവന്ത്ര ഭാഗത്ത് ഒരു ട്രാവൻകൂറിൻ്റെ ഫ്ലാറ്റ് ബുക്ക് ചെയ്തു. ഒരു റീസെയിൽ ഫ്ലാറ്റായിരുന്നു, ഒരാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫ്ലാറ്റ്, അറിയാമല്ലോ, കിച്ചണുണ്ട്, വാർഡ്രോബുണ്ട്, എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് മൊത്തം പൊളിച്ച് പുതിയത് ബ്രാൻഡ് ന്യൂ ആക്കണം. അദ്ദേഹത്തിന് എന്നെക്കാട്ടിലും ഐഡിയ ഉണ്ട് ഇതിലെങ്ങനെ ഇൻറ്റീരിയർ വരാം. എക്സിക്യൂട്ട് ചെയ്യാൻ ആളില്ല, കാരണം ആൾ ജോബ് ചെയ്യുന്നുണ്ട്, ഡേ ടൈമിൽ ഉണ്ടാവില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, ജോമാൻ ഈ ഇൻറ്റീരിയർ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്തല്ലേ, ഇതിൻ്റെ കാര്യങ്ങളൊന്ന് ചെയ്തു തരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ചെയ്തു തരാം. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് ഡീലിങ്സുകളോ കാര്യങ്ങളോ ഒന്നും നമ്മളുമായിട്ട് ഡയറക്റ്റ് ഇല്ല. അതിൻ്റെ വർക്കേഴ്സിനെ കണ്ടുപിടിക്കുക, ആ വർക്കേഴ്സിന് വേണ്ട കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക, സൈറ്റ് ക്ലീൻ ആക്കുക, അവിടെ വരുന്ന വേസ്റ്റ് ക്ലിയർ ചെയ്യുക. അപ്പോൾ ഞാൻ MBA പഠിച്ചിട്ട് ഇറങ്ങിയ ആളാണ്. എൻ്റെ ജോലി വേസ്റ്റ് ക്ലിയർ ചെയ്യുക, ചാക്കിലാക്കുക, ലിഫ്റ്റിൽ സാധനം താഴെ ഇറക്കി വയ്ക്കുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ പക്ഷേ ഞാൻ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. എങ്ങനെ ഒരു സൂപ്പർവിഷൻ ചെയ്യാം, സൈറ്റ് എങ്ങനെ ക്ലീനാക്കി നിർത്താം, മെറ്റീരിയൽസ് എങ്ങനെ പർച്ചേസ് ചെയ്യാം, ലേബർ എങ്ങനെ ടച്ച് എങ്ങനെ കൊടുക്കാം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എങ്ങനെ കീപ്പ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. എങ്കിൽ ഒരു ഫെമിലിയറായി, ആ ഒരു ഇൻഡസ്ട്രി ആയിട്ട് കുറേ ഫെമിലിയറായി, കുറച്ച് കോൺഫിഡൻസ് ആയി. അത് പൂർത്തിയാക്കാനായോ? അത് 100% കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിട്ട് വെരി ഗുഡ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റി. പക്ഷെ അതിൽ എൻ്റെ കോൺട്രിബ്യൂഷനെക്കാട്ടിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ കസ്റ്റമറും കോൺട്രിബ്യൂട്ട് ചെയ്തു. ആൾക്ക് കൃത്യമായിട്ടൊരു പിക്ചർ ഡിസൈനിങ് പെർസ്പെക്റ്റീവിലല്ല, എക്സിക്യൂഷൻ പെർസ്പെക്റ്റീവിൽ നോളജ് ഉണ്ടായി. അതെ. അതുകൊണ്ട് ഉള്ള ഗുണമുണ്ടായോ? അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ട്രിവാൻഡ്രം ഒരു കണക്ഷൻ കിട്ടി. ആൾ വന്ന് ഫ്ലാറ്റ് വന്ന് കണ്ടു. അവിടെ കോൺഫിഡൻറ്റിൻ്റെ ഒരു ഫ്ലാറ്റിൽ ഞങ്ങൾക്കൊരു വർക്ക് കിട്ടി. ഞങ്ങൾ നേരെ അവിടെ പോയി ഈ സാധനങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്ത ടീമുമായിട്ട് വളരെ ഭംഗിയായിട്ട് പോയിട്ട് എക്സിക്യൂട്ട് ചെയ്തു. അവരും ഹാപ്പിയായി. പക്ഷെ അതിലൊരു ഗുണമുണ്ടായി. ട്രിവാൻഡ്രത്ത് അത്യാവശ്യം മാർക്കറ്റ് ഉണ്ട്, ഒരു പൊട്ടൻഷ്യൽ കൊച്ചി പോലെ തന്നെ ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങോട്ടും എറിഞ്ഞു തുടങ്ങി. നമ്മുടെ സെയിൽസ് മാർക്കറ്റിംഗ് ഒന്ന് പുഷ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ 1-2 സെയിൽസൊക്കെ വന്നു. പിന്നീട് നമ്മളിപ്പോൾ അവിടെ ഒരു ബ്രാഞ്ചും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതൊരു സ്ട്രക്ചേർഡ് ആക്കണം, ഒരു സ്ഥാപനത്തിന് പേരിടണം എന്നൊന്നും തോന്നിയില്ല? അപ്പോൾ തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളൊരു 2018 ഞങ്ങൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്തു. 2019 ഫുള്ളായിട്ട് ഞങ്ങൾ വലിയ ആളുകളൊന്നും ഇല്ലാണ്ട് 1-2 ആളായിട്ട് ഞങ്ങൾ റൺ ചെയ്തു. അതിനുശേഷം 2020
ജനുവരി 15 ഞങ്ങളത് LLP കമ്പനിയായിട്ട് എന്താണ് പേര്? ഇൻകോർപ്പറേഷൻ ചെയ്തു. പേരിട്ടിരിക്കുന്നത് തോമർ എന്നാണ്, തോമർ ഇൻറ്റീരിയേഴ്സ്. തോമാർ ഇൻറ്റീരിയേഴ്സ്. എന്താണ് തോമാർ? തോമർ ഇൻറ്റീരിയേഴ്സ് ഫാദറിൻ്റെയും മദറിൻ്റെയും പേരാണ്. ഫാദറിൻ്റെ പേര് തോമസ് എന്നും അമ്മച്ചിയുടെ പേര് മേരി എന്നാണ്. വെരി ഗുഡ്. അപ്പോൾ ഈ രണ്ടുപേരുടെയും പേരിലെ ഹാഫ് എടുത്തിട്ട് ഞങ്ങൾ തോമർ ഇൻറ്റീരിയേഴ്സ് എന്ന പേരിവിടെ ഉണ്ടായത്. അത് പിന്നീട് ഭംഗിയായി പോയോ? അത് ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഒത്തിരി വർക്കുകൾ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ഓഫീസ് എവിടെയാണ് എടുത്തത്? ഫസ്റ്റ് ഓഫീസ് കൊച്ചി കടവന്ത്രയിലാണ്. ഞങ്ങളൊരു 400 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ബിൽഡിംഗ് ആയിരുന്നു. അപ്പോൾ എംപ്ലോയീസിനെ ആദ്യമായിട്ട് എടുത്തത് ആരാണ്? ആദ്യമായിട്ട് എടുക്കുന്നത് ഇൻറ്റീരിയർ ഡിസൈനറെ എടുക്കും. ഒരു ഡിസൈനറെ എടുക്കുന്നത്. ഞാൻ ഗ്രാജുവലി ഞാൻ വരുന്ന വർക്കുകളിലേക്കൊക്കെ ഡിസൈനറെ കൂട്ടിപ്പോയി മെഷർമെൻറ്റ് എടുക്കുന്നു, ഡിസൈൻ ചെയ്യുന്നു. അതിനുശേഷം വർക്കുകളുടെ എണ്ണം കൂടിയപ്പോൾ പതുക്കെ സെയിൽസിലേക്ക് ഒരാളെ വെച്ചു. പിന്നീട് ഡിസൈനേഴ്സിൻ്റെ എണ്ണം കൂട്ടി, എസ്റ്റിമേറ്ററുടെ എടുത്തു, സൂപ്പർവൈസറെ എടുത്തു, പർച്ചേസർ, പ്രൊജക്ട് മാനേജർ, അങ്ങനെ പതുക്കെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ ക്ലിയർ ചെയ്ത് പോകുന്നു. അക്കൗണ്ട്സിലേക്ക് ആളെ എടുത്തു. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഗ്രാജുവലി അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഒരു സൈഡിൽ നടക്കുന്നു അല്ലേ? കൂടുതൽ വർക്കുകൾ. തോമാർ എന്ന് പറയുന്ന സ്ഥാപനം എന്ത് സർവീസാണ് മാർക്കറ്റിലേക്ക് കൊടുക്കുന്നത്? ഞങ്ങൾ ഹോം ഇൻറ്റീരിയറാണ്, റെസിഡൻഷ്യൽ ഇൻറ്റീരിയർ പ്രൊജക്റ്റുകളിലാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അപ്പാർട്ട്മെൻറ്റ്സ്, വില്ലാസ്, ഇൻഡിപെൻഡൻറ്റ് ഹൗസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിനകത്ത് ടേൺകീ ഇൻറ്റീരിയർ പ്രൊജക്റ്റുകൾ ഞങ്ങൾ അങ്ങനെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. അതിനകത്ത് ഫോൾ സീലിംഗ് വരാം, ഇലക്ട്രിക്കൽ വരാം, ഫ്ലോറിങ്, വുഡൻ ഫ്ലോറിങ്, പെയിൻറ്റിങ്, ഇതൊക്കെ ഞങ്ങളുടെ ഒരു സൈഡിൽ വരുന്ന കുറേ കാര്യങ്ങളാണ്. ഇതുകൂടാണ്ട് ഞങ്ങളുടെ കോർ ഏരിയ എന്ന് പറയുന്നത് മോഡുലാർ കിച്ചൺ, വാർഡ്രോബ്സ്, അങ്ങനെ വരുന്ന ഫിറ്റ് ഔട്ട് വർക്കുകളാണ് ഞങ്ങളുടെ കോർ ഏരിയ വരുന്നത്. കസ്റ്റമർക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള സോഫ്റ്റ് ഫർണിഷിങ്, ലൂസ് ഫർണിച്ചേഴ്സ്, ഇതെല്ലാം ഞങ്ങൾ ആഡ് ഓൺ ചെയ്തിട്ട് ഒരു ടേൺകീ പ്രൊജക്റ്റായിട്ടാണ് കസ്റ്റമേഴ്സിന്. എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിനാണ് തോമാറിലേക്ക് ഒരു കസ്റ്റമർ വരേണ്ടത്? വൈ തോമാർ? തോമർ ഇൻറ്റീരിയേഴ്സിലേക്ക് ആളുകൾ വരുന്നത് ഞങ്ങളെപ്പോഴും നമ്മുടെ സ്റ്റാഫ്സിനോട് പറയാറുണ്ട്, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തിട്ട് നമുക്ക് വർക്ക് എടുക്കണ്ട. വെരി ഗുഡ്. ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുന്നത് ഒരു പാപമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങളുടെ ടീം മെമ്പേഴ്സിന് ഞങ്ങൾ ആ രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ക്വാളിറ്റി കോംപ്രമൈസ്, നെവർ കോംപ്രമൈസ് ഇൻ ക്വാളിറ്റി, നെവർ കോംപ്രമൈസ് ഇൻ ഫിനിഷ്, നെവർ കോംപ്രമൈസ് ഇൻ ആഫ്റ്റർ സെയിൽസ് സർവീസ്. ഇത്രയും കാര്യങ്ങളിൽ ഞങ്ങൾ ഊന്നി ബിസിനസ് ചെയ്യുന്ന ഒരു ടീം മെമ്പേഴ്സാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഇൻഡസ്ട്രിയിൽ നമുക്ക് പല രീതിയിൽ നമുക്ക് വർക്കുകൾ ചെയ്തു കൊടുക്കാൻ പറ്റും. ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് മാതിരി ആയിരിക്കില്ല ഒരു ഇൻറ്റീരിയർ സൈറ്റ്. അതിനകത്ത് ഒരുപാട് ചെറിയ മെറ്റീരിയൽസ് മുതൽ വലിയ ഹാർഡ്വെയറും അക്സസറീസും പ്ലൈവുഡും ലാമിനേറ്റ്സും ലോട്ട് ഓഫ് മെറ്റീരിയൽസ് അടങ്ങുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഇൻറ്റീരിയർ. അപ്പോൾ ഇതിനകത്തൊന്നും കോംപ്രമൈസ് ചെയ്യാണ്ട് അതിൻ്റെ ബേസ് മെറ്റീരിയൽ മുതൽ ഫിനിഷിങ് ടച്ച് വരെ എങ്ങനെ വിത്തൗട്ട് കോംപ്രമൈസിങ് ക്വാളിറ്റി ഫിനിഷ്, അതിലാണ് തോമർ എപ്പോഴും ബ്രാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആളുകളോട് പറയുന്നത്. എപ്പോഴും 100% ട്രാൻസ്പെറൻ്റ് ആയിട്ട് എങ്ങനെ ബിസിനസ് ചെയ്യാം. ജോമോൻ ഈ രംഗത്തേക്ക് വന്നപ്പോൾ ഇത് പഠിച്ചൊരാളാണ്. ഈ രംഗത്ത് കസ്റ്റമേഴ്സിനെ ചീറ്റ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. ഏത് മേഖലയിലാണ് ശ്രദ്ധിക്കേണ്ടത് കസ്റ്റമേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അവരുടെ ബേസ് മെറ്റീരിയൽസ്. ഇപ്പോൾ നമ്മളുടെ ക്ലൈമറ്റിനും കാര്യങ്ങൾക്കും എപ്പോഴും പ്ലൈവുഡ് ആയിരിക്കാം ഒരു പക്ഷേ കൂടുതൽ നല്ലത് എന്ന് ആളുകൾ പറയുന്നുണ്ടാവാം. പ്ലൈവുഡാണ് ഒരു പരിധി വരെ നമ്മുടെ ക്ലൈമറ്റിനും ഒക്കെ നല്ലത്. പക്ഷേ പ്ലൈവുഡിൽ തന്നെ ഒരുപാട് കമ്പനികൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്, പല രീതിയിൽ പ്രൊഡക്ഷൻ എടുക്കുന്നുണ്ട്. അതിൽ കയറി വരുന്ന വുഡുകൾ പലതരമാണ്, ഇമ്പോർട്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് ഉണ്ട്, അതിൽ ഉപയോഗിക്കുന്ന ഗ്ലൂ വ്യത്യാസമുണ്ട്, 710 ഗ്രേഡ് ഉണ്ട്, 303 ഗ്രേഡ് ഉണ്ട്, അതിൻ്റെ കോറുകളിലുള്ള ഗ്യാപ്പുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ അതിനകത്ത് ഒരു പ്ലൈവുഡ് എടുത്താൽ തന്നെ അതിനെക്കുറിച്ച് പഠിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ച് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള എങ്ങനെ കൊടുക്കാം, ഏറ്റവും നല്ല ഗ്രേഡ് എങ്ങനെ കൊടുക്കാം, അതിൻ്റെ കാലിബ്രേഷൻ എങ്ങനെയാണ്, അതിൻ്റെ കോർ എങ്ങനെയാണ്, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്പീഷ്യസ് വുഡ് ഏതാണ്, ഇതിനെക്കുറിച്ച് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് വെച്ചിട്ടാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. അത് ഞങ്ങൾ 2-3 സപ്ലൈസ് ഞങ്ങൾക്കുണ്ട്. അത് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന വുഡുണ്ട്, നമുക്ക് ഡൊമസ്റ്റിക്കിൽ അവൈലബിൾ ആയിട്ടുള്ള വുഡുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടാണ് ഞങ്ങളത് സോഴ്സ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ മീതെ വരുന്ന ലാമിനേറ്റ്സ് ഉണ്ട്, അക്രിലിക് ഉണ്ട്, ലാക്വേഡ് ഗ്ലാസ് ഉണ്ട്, ഇങ്ങനെ ഫിനിഷിങ് മെറ്റീരിയൽസ് ഒത്തിരി ഉണ്ട്. അതെങ്ങനെ നല്ല ബ്രാൻഡുകളാണ് എങ്ങനെ സോഴ്സ് ചെയ്യാം, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പഠിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഒരുപാട് ഗ്രേഡുകളുണ്ട്, പല തിക്നെസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ
ഒരു ഫിനിഷിങ്ങിനെ ബാധിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ജോമോൻ ആക്സിഡൻ്റൽ ഓൺട്രപ്രണർ ആണ് ഇൻറ്റീരിയേഴ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അന്ന് ഒരു ഡിസൈനറെ ഹയർ ചെയ്തതാണ്. അതെ അതെ. ഇന്നിപ്പോൾ എത്ര തൊഴിലാളികളുണ്ട്? ഇപ്പം നമുക്ക് അറൗണ്ട് ഒരു 62 മെമ്പേഴ്സ് ഉണ്ട്. വെരി ഗുഡ്. 62 പേർക്ക് പ്രത്യക്ഷമായി തന്നെ 62 പേര് നമ്മുടെ പേറോളിലുണ്ട്. പേറോളിലുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വളർച്ചയുടെ പാതയിൽ എന്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്തു പിന്നീട്? ഞങ്ങൾക്ക് ഇനീഷ്യലി ഞങ്ങൾ ഡിസൈൻ ഒരു ഔട്ട്സോഴ്സ് ചെയ്തു, പിന്നീട് സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്തു. പിന്നീട് ആളുകൾ നമ്മുടെ സെയിൽസ് കൂടിയപ്പോൾ ഞങ്ങൾ ഒരാളെ ഹയർ ചെയ്തു, ഡിസൈനറെ ഹയർ ചെയ്തു, സെയിൽസിനെ ഹയർ ചെയ്തു. ഇങ്ങനെയുള്ള പ്രോസസ്സുകൾ ഒരു സൈഡിൽ നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മെറ്റീരിയൽ ഫിനിഷ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പക്ഷേ ചില ഏരിയയിലുള്ള ക്വാളിറ്റികൾ ചില സമയത്തെങ്കിലും പല ഫാക്ടറികളിൽ ഇത് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ ചില കുറവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഓവർകം ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചപ്പോൾ അതിനൊരു ഫാക്ടറി തന്നെ വേണം. ഇപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്തു, നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ സോഴ്സ് ചെയ്തു, പക്ഷേ ഇത് അസംബിൾ ചെയ്യുന്നൊരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഫാക്ടറിയാണ്. അപ്പോൾ ഈ ഫാക്ടറികൾ ഞാൻ പലപ്പോഴും പല ആളുകളെ നമ്മളൊരു ജോബ് വർക്കിനായിട്ട് കൊടുക്കുമ്പോൾ ഇന്ന് ചെയ്യുന്ന ഫിനിഷ് ആയിരിക്കില്ല നാളെ കിട്ടുന്നത്. കൺസിസ്റ്റൻസി ഇല്ല. അതെ. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം? അതിനൊരു ഫാക്ടറി വേണം, ഒരു ബിഗ് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ വേണം. അതിന് ഞാൻ പണ്ട് ചെയ്ത ഒരു ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടായിരിക്കാം അത് ദൈവം തന്നു. എങ്ങനെയായിരുന്നു? ഫണ്ട് എവിടെ നിന്ന് കണ്ടെത്തി? ഞാൻ ഈ MIMOM ചെയ്യുന്ന സമയത്ത് ഞാനൊരു പ്രൊജക്ട് പ്രൊപ്പോസൽ കൊടുത്തിരുന്നു പറഞ്ഞു, KSIDCയിൽ. അത് റിജക്റ്റായി. പക്ഷേ ഈ ഒരു ടൈമിൽ ഞാൻ അവരെ വീണ്ടും ഒന്ന് കണക്ട് ചെയ്തു. ഞാൻ ചോദിച്ചു, നമുക്ക് എവിടെയെങ്കിലും ലാൻഡ് അവൈലബിൾ ആണോ? കാരണം ഒരു ഫാക്ടറി നമുക്ക് ബിൽഡ് ചെയ്യണം. നമുക്കൊരു റെസിഡൻഷ്യൽ ഏരിയയിലോ നോർമൽ ഒരു ഏരിയയിലോ ഒക്കെ ഫാക്ടറി ചെയ്തവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ തലവേദനകൾ പ്രശ്നങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് വളരെ സ്മൂത്തായിട്ടൊരു സംഗതി റൺ ചെയ്യണമെങ്കിൽ അതൊരു ഇൻഡസ്ട്രിയൽ ഏരിയയിലാണെങ്കിൽ നല്ലതാണ്. KSIDCക്ക് അങ്ങനത്തെ ലാൻഡ് ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അവർ എങ്ങനെ തരും, അതിൻ്റെ പ്രോസസ്സ് എന്താണ് അറിയില്ല. പക്ഷെ ഞാൻ അപ്രോച്ച് ചെയ്തു. അന്ന് ജൂനിയർ ആയിട്ടുണ്ടായിരുന്ന അവിടുത്തെ സ്റ്റാഫ്സൊക്കെ ഇന്ന് അവിടെ ഡിസിഷൻ മേക്കേഴ്സാണ്. അപ്പോൾ അത് എനിക്ക് ഉപകാരപ്പെട്ടു. ഞാൻ അവരെ അപ്രോച്ച് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഫോണിൽ സംസാരിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് വിളിച്ചു, ഞാൻ തോമറാണോ, കേട്ടിട്ടുണ്ട്, എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്, എന്തൊക്കെയോ ഫെമിലിയർ ആണ് തോമർ. അപ്പോൾ ഓക്കെ, ഞങ്ങൾക്ക് പാലക്കാട് ഒരു ലാൻഡ് ഉണ്ട്, നിങ്ങൾ പോയി കണ്ടോളൂ എന്ന് പറഞ്ഞു. ഞാൻ പോയി കണ്ടു. ഞങ്ങൾക്ക് ഓക്കെയാണ്. ബേസിക്കലി ഞാനും പാലക്കാടുകാരനാണ്, അപ്പോൾ എനിക്കും അത് അഡ്വാൻറ്റേജാണ്, ഞാൻ അറിയുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ ലാൻഡ് എടുത്തു. വിത്തൗട്ട് കൊളാട്രൽ എനിക്ക് ബിൽഡിങ് ചെയ്യാനും മെഷീനറി പർച്ചേസ് ചെയ്യാനും ഒക്കെ ആയിട്ട് എനിക്ക് അവർ ഫണ്ട് തന്നു. വെരി ഗുഡ്. എത്ര കോടി അവർ മുടങ്ങി? എനിക്ക് 2 CR അവർ ഫണ്ട് ചെയ്തു. ഞങ്ങൾ ടോട്ടൽ ഒരു 4 CRോളം ഞങ്ങൾ അതിനകത്ത് സ്പെൻഡ് ചെയ്തു. എക്സലൻറ്റ്. അത് വന്നതോടുകൂടി നമ്മുടെ ഒരു ഫേസ് തന്നെ മാറി. അത് വന്നതോടുകൂടി ഫേസ് മാറി, ക്വാളിറ്റി മാറി, ഞങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ മാറി. ഞങ്ങൾക്കിപ്പോൾ എവിടെ നിന്നും വർക്ക് എടുക്കാം. ഞങ്ങളിപ്പോൾ കേരള എടുക്കുന്നുണ്ട്, തമിഴ്നാട് എടുക്കുന്നുണ്ട്, കർണാടക, ബാംഗ്ലൂരിൽ നിന്ന് വർക്ക് എടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതൊക്കെ ടൈമിൽ വിത്ത് സെയിം ക്വാളിറ്റി സെയിം ഫിനിഷിൽ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീൻസ് എല്ലാം ജർമ്മൻ മെഷീൻസാണ്, ജർമ്മൻ മെയ്ഡ് മെഷീൻസാണ്. ഹൊമാഗിൻ്റെ CNC മെഷീൻ അടക്കം നമ്മൾ ഫാക്ടറിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ വർക്കുകൾ ചെയ്തിട്ടും ഞങ്ങൾക്ക് കൂടുതൽ കപ്പാസിറ്റി ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ B2B കൂടിയിട്ട് ഞങ്ങൾ പ്ലാനിങ്ങിലുണ്ട്. ഇപ്പോൾ പല ബിൽഡേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ സ്കൈലൈനോ സെറ്റ് അങ്ങനെയുള്ള പല ബിൽഡേഴ്സിനും ഇപ്പോൾ ഒരു വിങ് ഉണ്ട്, ഇൻറ്റീരിയറിൻ്റെ ഒരു വിങ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അവർക്കും കൂടി സപ്പോർട്ട് കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു മെഷീൻ കപ്പാസിറ്റിയും ഒരു പ്ലാന്റിൻ്റെ കപ്പാസിറ്റിയും നിലവിലുണ്ട്. ജോമോൻ വളരെ ആക്സിഡൻ്റ് ആയിട്ട് ബിസിനസ്സിൽ വന്നു. അതെ. ഇന്നിപ്പോൾ അന്നൊരു 400 സ്ക്വയർ ഫീറ്റ് ഓഫീസിലാണ്. ആദ്യം ഓഫീസ് ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ എവിടെയൊക്കെയാണ് ഓഫീസുകൾ, ഫാക്ടറി? ഇപ്പോൾ ഞങ്ങൾ 400 സ്ക്വയർ ഫീറ്റ് ഓഫീസ് സെയിം ബിൽഡിങ്ങിൽ തന്നെ ഒരു ഫ്ലോറും കൂടി ഞങ്ങൾ എടുത്തു. അത് അറൗണ്ട് ഒരു 1800 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അതിലാണ് ഇപ്പോൾ ഞങ്ങളുടെ ബാക്കിൻ്റെ എല്ലാ സ്റ്റാഫും എല്ലാവരും HR പർച്ചേസ് എല്ലാവരും ഞങ്ങൾ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർക്ക് ഒരു ഡയറക്റ്റ് കാണാനും ഒരു ടച്ച് ആൻഡ് ഫീൽ കിട്ടാനും ഒക്കെ ആയിട്ട് അവർക്ക് ഷോറൂമുകൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് വന്നാൽ കാണാൻ പറ്റുമോ, ഡിസ്പ്ലേ ഒരു മോക്കപ്പ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ. അപ്പോൾ ഇത് ഞങ്ങൾ കേട്ട് ഞങ്ങൾ പതുക്കെ അതിലേക്കും കൂടി വന്നു. ഇപ്പോൾ ഞങ്ങൾ കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെ അടുത്തായിട്ട് ഞങ്ങളുടെ ഒരു ഡിസ്പ്ലേ ഒരു ഷോറൂം ഞങ്ങൾ തുടങ്ങി. അറൗണ്ട് ഒരു 1000 സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ഉണ്ട് അത്. പിന്നെ ഞങ്ങൾ കഴക്കൂട്ടം ഞങ്ങളുടെ എക്സിസ്റ്റിംഗ് ഓഫീസിനോട് ചേർന്ന് തന്നെ ബൈപ്പാസിൽ ഒരു 1800 സ്ക്വയർ ഫീറ്റിലൊരു ഡിസ്പ്ലേ സെൻറ്റർ വന്നിട്ടുണ്ട്. പിന്നെ പാലക്കാട്, മണ്ണാർക്കാട് ഞങ്ങൾ പെരിന്തൽമണ്ണ,
മലപ്പുറം, കോഴിക്കോട് ആ ഒരു ഏരിയയിലേക്ക് ഞങ്ങളൊരു ഷോറൂം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് എന്തൊക്കെയാണ്? വരുന്ന കസ്റ്റമേഴ്സിന് കിച്ചണ്, പല ടൈപ്പ് കിച്ചൺ ഉണ്ടാവും. ഇപ്പോൾ ഞങ്ങൾക്ക് പല ഫിനിഷ് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ലാമിനേറ്റ്സ്, അക്രിലിക്, ഗ്ലാസ്, PU, ഇങ്ങനെ പല ഫിനിഷസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളൊരു 3-4 ടൈപ്പ് കിച്ചണ് വിത്ത് ഹാർഡ്വെയർ, ആക്സസറീസ് എല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ബെഡ്റൂം എങ്ങനെയായിരിക്കാം, അതിനകത്ത് വാർഡ്രോബ്സ് സ്ലൈഡിങ് കൊടുക്കണോ, സ്വിങ് കൊടുക്കണോ, ഇങ്ങനെ പല ടൈപ്പ് വാർഡ്രോബ്സ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ലിവിങ് ഡൈനിങ് അങ്ങനെ സെറ്റ് ചെയ്യാം. അതായത് ഒരു കസ്റ്റമർ വന്നാൽ ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അത് ചെയ്താൽ, എക്സിക്യൂട്ട് ചെയ്താൽ തോമറിൻ്റെ ഫിനിഷ് എന്താ, തോമറിൻ്റെ ക്വാളിറ്റി എന്താ എന്നൊക്കെ അറിയാൻ വേണ്ടി ടച്ച് ആൻഡ് ഫീൽ അവിടെ നിന്ന് തന്നെ ബിസിനസ് തരാനുള്ള സാധ്യത കൂടുതലാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പം ഞങ്ങൾക്ക് അതല്ലാതെ നമ്മളുടെ ഓൺലൈനിലുള്ള പ്രസൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ റെഫറൻസോ കൊണ്ടൊക്കെ ഞങ്ങൾക്ക് ഒരു പരിധിവരെ ഞങ്ങൾക്ക് ബിസിനസ് കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ കസ്റ്റമർക്ക് ഒരു ടച്ച് ആൻഡ് ഫീൽ കിട്ടാനായിട്ടും അതും നമ്മുടെ സെയിൽസിനെ കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യുമെന്നുള്ളത് കൊണ്ടിട്ട് അതിലേക്കും കൂടി ഞങ്ങളൊരു ഇൻവോൾവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഫാക്ടറി തുടങ്ങിയത് എവിടെയാണ്? ഫാക്ടറി കഞ്ചിക്കോടാണ്, പാലക്കാട് ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ്. അവിടെ എത്ര തൊഴിലാളികളുണ്ട്? അവിടെ ഞങ്ങൾക്കൊരു 18-20 മെമ്പേഴ്സ് നിലവിലുണ്ട്. പിന്നെ അത് കൂടാതെയാണ് ഈ ഓഫീസിൽ ഡിസൈനേഴ്സും? അതെ, ടോട്ടൽ എല്ലാവരും കൂടിയിട്ട് ഒരു 62 മെമ്പേഴ്സ് ഞങ്ങൾ നിലവിലുണ്ട്. ജോമോൻ, ഈ സംരംഭത്തിൻ്റെ ബാക്ക് എൻഡിൽ നിങ്ങൾ ഒറ്റയ്ക്കാണോ? സ്റ്റാർട്ട് ചെയ്തത് തനിച്ചായിരുന്നെങ്കിലും ഇപ്പോൾ ഒരു നല്ല ടീം മെമ്പേഴ്സുണ്ട്. അതിനകത്ത് തന്നെ ഒരു കോർ ടീം മെമ്പേഴ്സുണ്ട്. ഡയറക്ടർ ബോർഡിൽ ഇപ്പോൾ ഞങ്ങൾ 4 പേരുണ്ട്. എൻ്റെ ബ്രദറുണ്ട്, മിസ്റ്റർ ജോബി ആൻഡ് മിസ്റ്റർ ലിൻസൺ. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. അതിന് ശേഷം ആൾ ദുബായിൽ കുറേ വർക്ക് ചെയ്തു. ഞാൻ പിന്നീട് ഇൻവൈറ്റ് ചെയ്തു. ആൾ വൺ ഓഫ് ദി ഡയറക്ടറാണ്. ആൻഡ് മിസ്റ്റർ ജെയ്സൺ, ആളാണ് എൻ്റെ ഇനീഷ്യൽ പാർട്ണർ, വൺ ഓഫ് ദി ഡയറക്ടറാണ്. നല്ലൊരു കോർ ടീം ഉണ്ട് താങ്കൾ? അതെ അതെ, തീർച്ചയായും. പിന്നിൽ സ്ട്രോങ് ആണ് നമ്മൾ? സ്ട്രോങ് ആണ്. ജോമോൻ, എന്താണ് ഭാവി സ്വപ്നങ്ങൾ? അപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്യൂച്ചർ പ്ലാന് ഒരു 100 CR ഇമ്മീഡിയറ്റ് ആയിട്ട് അച്ചീവ് ചെയ്യുക, ഒരു 200 പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കാവുന്ന ഒരു സംരംഭമായിട്ട് എത്രയും പെട്ടെന്ന് ഒരു പാൻ ഇന്ത്യ ലെവലിൽ ഒരു പ്രസൻസ് ഉള്ള ഒരു കമ്പനിയായിട്ട് മാറുക എന്നുള്ളതുണ്ട്. കൂടാതെ എത്ര കോടിയായി വിറ്റുവരവ്? ഞങ്ങൾ 25 CR ഞങ്ങൾക്ക് ഇപ്പോൾ വിറ്റുവരവുണ്ട്, ടേൺ ഓവർ ഉണ്ട്. അത് 100 CRയിലേക്ക് എത്തിക്കുക. പിന്നെ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു എക്സ്പ്ലോഷർ കൂടിയിട്ട് ഞങ്ങൾ നോക്കുന്നുണ്ട്. ഭാവിയിൽ തന്നെ UAE ഞങ്ങളെ കണക്ട് ചെയ്യാനുള്ള ഓഫീസുകളുണ്ടാവും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഒരു പ്ലാനിങ് നടക്കുന്നുണ്ട്. വലിയ സ്വപ്നങ്ങളുമായിട്ടാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരു 2-3 ഇയേഴ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ ഒരു വൺ ഓഫ് ദി ലീഡിങ് കമ്പനിയായിട്ട് കേരളത്തിൽ മാറണം. പാൻ ഇന്ത്യ ലെവലിൽ നമുക്ക് നല്ലൊരു പ്രസൻസ് ഉണ്ടാവണം എന്നുള്ള ഒരു എയിമിലാണ് ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് ഇപ്പോൾ വർക്ക് ചെയ്തു പോകുന്നത്. അതെത്തുമെന്നുള്ള പൂർണ്ണ വിശ്വാസം. തീർച്ചയായിട്ടും. നിങ്ങൾ കേട്ടു ജോമോൻ എന്ന ഈ ചെറുപ്പക്കാരൻ്റെ വിസ്മയിപ്പിക്കുന്ന സംരംഭക കഥ. അദ്ദേഹം ഒരു വളരെ അട്ടപ്പാടിയിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരനാണ്. 1 വർഷത്തെ സെയിൽസ് എക്സ്പീരിയൻസ് ഉണ്ട്. അത് വെച്ചിട്ട് MBAക്ക് പഠിക്കാൻ പോകുന്നു. പലരും നമ്മളൊക്കെ MBAക്ക് പഠിക്കാൻ പോകുമ്പോൾ അടിച്ചു പൊളിച്ച് നടന്ന് വിദ്യാഭ്യാസ കാലം അതൊന്നും അല്ല ജോമോൻ്റെ ബാക്ക്ഗ്രൗണ്ട്. കഠിനാധ്വാനിയാണ്. പല സംരംഭങ്ങളും മാറ്റി മാറ്റി പരിശോധിച്ചു. പുള്ളി ജോലിക്കല്ല പോയത്. ഒരു വൻ പരാജയം, ഒരു പഠനകാലത്തൊക്കെ നമുക്ക് 4-5 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്. പക്ഷേ ആ പരാജയം മാറ്റിവെച്ചുകൊണ്ട് പിന്നീട് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ഇറങ്ങുന്നു. അവിടെ നിന്ന് കിട്ടിയ കോൺടാക്ട്സ് കിട്ടുന്നു. ആക്സിഡൻ്റലി കിട്ടിയ ഒരു തുറുപ്പ് ചീട്ടാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പിടിവള്ളിയായിരുന്നു ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് നന്നായി പഠിച്ച് നല്ലൊരു ടീമിനെ ഉണ്ടാക്കി ഇന്ന് 62 പേർക്ക് തൊഴിൽ കൊടുക്കുന്നു. 25 കോടി വിറ്റുവരവ്, 100 കോടി വിറ്റുവരവിലേക്കുള്ള പ്രയാണം. അദ്ദേഹം പറഞ്ഞ വാക്ക് അണ്ടർലൈൻ ചെയ്ത് സംരംഭം തുടങ്ങാനിരിക്കുന്നവരും സംരംഭകരും മനസ്സിലാക്കേണ്ടതാണ്. നമ്പർ 1 ഇൻ ക്വാളിറ്റി. നമ്മൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്താൽ സംരംഭം വളരില്ല, അത് വിജയിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ചെറുപ്പക്കാരൻ നമുക്കൊരു മാതൃകയാണ്. ജോമോൻ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അടുത്ത് നിന്ന് നിങ്ങളുടെ വളർച്ച കാണുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അതിയായ സന്തോഷമുണ്ട് ഈ വേദിയിലിരുന്ന് താങ്കളുമായി ഈ കഥ പ്രേക്ഷകർക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ. എൻ്റെ വ്യക്തിപരമായ പേരിൽ സ്പാർക്ലിൻ്റെ പാർട്ട്നേഴ്സും ടീമും പ്രേക്ഷകരുടെയും എല്ലാവരുടെയും പേരിൽ താങ്കൾക്കും താങ്കളുടെ ടോമാറിനും എല്ലാ ആശംസകളും. താങ്ക് യു സർ.